ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പാത്തു എൻ്റെ അച്ഛനും ഭയങ്കര ഒരു സമരത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങൾ പിസ്സ മേടിക്കേണ്ടി വന്നു ഇവർക്ക് രണ്ടാൾക്കും വേണ്ടിയിട്ട്. എൻ്റെ അച്ഛൻ വീണിട്ട് തലയൊക്കെ പൊട്ടിയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പം അങ്ങോട്ട് വന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ചെറിയൊരു വാശിയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും അച്ഛന് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കുറിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്നിട്ട് എന്നെ ഉണ്ണിയമ്മ എപ്പോഴും ചീത്ത പറയും, നീ കാരണമാണ് അച്ഛൻ്റെ ഡയബറ്റീസ് കൂടണേ അത് കൂടണേ, നീ എപ്പോഴും പുറത്തുനിന്ന് അച്ഛൻ ചോദിക്കുന്നതൊക്കെ മേടിച്ചു കൊടുത്തിട്ട് എന്നൊക്കെ പറയേ. അവർ ഭയങ്കര സ്ട്രിക്റ്റ് കൺട്രോളിൽ കൊണ്ടുപോകണേ അച്ഛനെ. അപ്പം ഞാൻ വരുമ്പോഴാണ് അച്ഛൻ ഇങ്ങനെ പരാതിപ്പെട്ടി തുറക്കുക, ഇവരെനിക്ക് വായിക്ക് രുചിയായിട്ട് ഒന്നും മേടിച്ചിട്ടില്ലേ, അതാണ് ഇതാണ്, നീ പുറത്തുനിന്ന് അത് മേടിക്കും ഇത് മേടിക്കും എന്നൊക്കെ പറയുവേ. അല്ലെങ്കിൽ നമുക്ക് പാടില്ല എന്ന് പറയുന്ന ഫുഡാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ തോന്നിയല്ലേ, സ്പെഷ്യലി പ്രായമായിട്ട് ഇങ്ങനെ വയ്യാണ്ടിരിക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ അത് ആദ്യം പിസ്സ അച്ഛന് മാത്രമായിട്ട് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ ഉണ്ണിയും അമ്മയും കൂടി തട്ടിപ്പറിച്ചെടുത്തുട്ടോ അവളുടെ നിന്ന്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ പോലെ തന്നെയാണ് ഏട്ടൻ്റെ വീട്ടിലെ ചിറ്റിയും കേട്ടോ. ഇവർ രണ്ടുപേർക്കും വയ്യാണ്ട് കിടപ്പാണ്. രണ്ടുപേരും ഞാൻ വന്നു കഴിയുമ്പോൾ തുടങ്ങും പരാതിയും പരിവവും എല്ലാം പറച്ചിൽ.